4 മാസം മുൻപാണ് 31കാരനായ അനിൽകുമാറിനെ വെള്ളറട സ്നേഹസദനത്തിൽ നിന്ന് കാണാതായത്. പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ ഞായറാഴ്ചയാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ച വീഡിയോ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വേളാങ്കണ്ണി പാദയാത്ര പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തുകാരനാണ്. അയാൾ സംസാരിക്കുന്നതൊക്കെ നമ്മുടെ തിരുവനന്തപുരം ലോക്കൽ ഭാഷയാണ്. പേര് അനിയെന്നാണ് പറയുന്നത്. അയാള് നമ്മളെ കണ്ടു. ഈ ആരൽവായ് മൊഴി ഫ്ലൈഓവറിൽ അയാൾ വെയിലിൽ കിടക്കുകയായിരുന്നു. അയാൾ വസ്ത്രങ്ങളില്ലായിരുന്നു. അയാളെ നമ്മളിപ്പോൾ ഇവിടെ എവിടെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൊച്ചു വേളാങ്കണ്ണി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സഹിക്കാൻ പറ്റാത്ത ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പതുക്കെ അടിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എത്രമാത്രം അടി കൊണ്ടിട്ടുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. കൊല്ലങ്കോട് നിന്ന് വേളാങ്കണ്ണിയിലേക്ക് കാൽനടയായി പോയ സംഘമാണ് വീഡിയോ ചിത്രീകരിച്ചത്. ഈ വീഡിയോയിൽ കണ്ട സ്ഥലം കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ തിരച്ചിലിനാണ് യുവാവിനെ കണ്ടെത്താൻ സാധിച്ചത്. യുവാക്കളെ കണ്ടെത്തി അഭിനന്ദിക്കാൻ ഒരുങ്ങുകയാണ് വെള്ളറട പോലീസും. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ജിബിൻ നമുക്കൊപ്പമുണ്ട്. ജിബിൻ, ചില വീഡിയോസിന് അങ്ങനെയെങ്കിലും അല്ലേ വെറുതെ ആ യുവാക്കൾക്ക് അത് തോന്നി അത് അവരവിടെ പോസ്റ്റ് ചെയ്യാൻ തയ്യാറായതുകൊണ്ടാണ് ഇങ്ങനെ അദ്ദേഹത്തെ പെട്ടെന്ന് തിരിച്ചു കിട്ടാൻ. കാരണം ആ കുടുംബവും ഒക്കെ വലിയ സങ്കടത്തോടെ കാത്തിരിക്കുകയായിരിക്കും. തീർച്ചയായും എങ്ങനെയാണ് പോലീസ് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നത്? പോലീസിന്റെ ഭാഗത്തു നിന്ന് ആ യുവാക്കൾക്ക് അവർ ചെയ്തൊരു പ്രവർത്തിക്കുള്ള ഒരു സ്നേഹവും അല്ലേ, അതും കൂടെ നൽകണം. അതന്നെ ലിവീഷ്, വളരെയധികം മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഈ ഒരു യുവാക്കൾ കാഴ്ചവെച്ചതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. സാധാരണഗതിയിൽ നമ്മളും നമ്മുടെ പല യാത്രയുടെ മധ്യത്തിലൊക്കെ തന്നെ ഇത്തരം കാഴ്ചകളൊക്കെ തന്നെ കാണാം. പക്ഷേ നമുക്ക് നമ്മുടെ സമയം കുറവായതുകൊണ്ടും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതൊക്കെ കൊണ്ട് തന്നെയാകാം നമ്മളിൽ പലരും ഇത്തരം കാര്യമൊന്നും തന്നെ അവർ അർഹിക്കുന്ന ഒരു രീതിയിലൊന്നും തന്നെ അവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട കാര്യം. ഈ യുവാക്കൾ ചെയ്തതെന്ന് പറയുമ്പോൾ ഇവർ ഈ കൊല്ലങ്കോട്, കേരള തമിഴ്നാട് അതിർത്തി തീരപ്രദേശമായ കൊല്ലങ്കോട് നിന്ന് കാൽനടയായി വേളാങ്കണ്ണിയിലേക്ക് പോകുന്ന വഴിക്കാണ് ഇത്തരത്തിലൊരു യുവാവ് റോഡിന്റെ മധ്യ വസ്ത്രങ്ങളും ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിൽ വളരെയധികം ക്ഷീണിതനായി കിടക്കുന്നത് കണ്ടത്. ഇവർ ഉടനെ തന്നെ ഈ യുവാവിനെ അവിടെ നിന്ന് കൊണ്ടുപോയി ഇദ്ദേഹത്തിന് വസ്ത്രങ്ങളൊക്കെ തന്നെ നൽകിയതിനു ശേഷമാണ് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത്. പക്ഷേ ഇയാൾ സംസാരിക്കുന്നതിൽ നിന്നാണ് ഈ യുവാക്കൾക്ക് ഇയാൾ ഒരു തിരുവനന്തപുരം സ്വദേശിയാണ് എന്നുള്ള ഒരു കാര്യം മനസ്സിലായത്. അതുകൊണ്ട് തന്നെയാണ് വേണ്ടപ്പെട്ടവരുടെ അടുക്കിലേക്ക് ഈ ഒരു നിർദ്ദേശം എത്തിക്കുന്നതിന് വേണ്ടി ഇവരുടെ മൊബൈലിൽ തന്നെ ഈ ഒരു വീഡിയോ ചിത്രീകരിച്ച് ഇവരുടെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പ്രചരിപ്പിച്ചത്. ഇത് കണ്ടിട്ടാണ് ഈ വെള്ളറടയിൽ നിന്നുള്ള പോലീസ് തമിഴ്നാട്ടിലേക്ക് പോയത്. കാരണം ഏകദേശം 4 മാസങ്ങൾക്ക് മുൻപാണ് ഈ വെള്ളറടയ്ക്ക് സമീപമുള്ള സ്നേഹസദനം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഈ യുവാവ് അവിടെ നിന്ന് കാണാതാവുന്നത്. തുടർന്ന് ഈ മാതാപിതാക്കളൊക്കെ തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലൊന്നും ഇയാളെ കണ്ടെത്താൻ സാധിച്ചില്ല. ആ ഒരു സാഹചര്യത്തിലാണ് പോലീസ് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വഴി പ്രചരിച്ചെത്തിയ ഒരു വീഡിയോ കണ്ടപ്പോൾ നേരത്തെ കാണാതായി 4 മാസങ്ങൾക്ക് മുമ്പ് കാണാതായ ആളാണ് ഈ വീഡിയോയിലുള്ളത് എന്ന് പോലീസിന് മനസ്സിലാക്കിയത്. ഉടൻ തന്നെ അവർ ഈ ഒരു വീഡിയോയിൽ തന്നെ ഈ യുവാക്കള് ദൃശ്യങ്ങൾ പകർത്തുന്ന സമയത്ത് അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേളാങ്കണ്ണിയിലേക്ക് പോകുന്ന വഴിക്ക് കൊച്ചു വേളാങ്കണ്ണി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഇപ്പോൾ യുവാവ് ഉള്ളത്. എന്തായാലും അവർ ആ വിവരങ്ങൾ കൃത്യമായി പങ്കുവെച്ചതുകൊണ്ട് അദ്ദേഹത്തെ തിരിച്ചു കിട്ടി. പോലീസിന് വഴികാട്ടിയായതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് അവരെയും കൂടി അവർ സ്നേഹം അറിയിക്കട്ടെ. അപ്പോൾ നമ്മുടെയും അവരോടുള്ള ഒരു നന്ദി അറിയിക്കാം. ശരി, ജീവനെ കാണാം.